നിങ്ങൾ നടന്നാണോ പോയത്? ഞാൻ നടന്നു പോയി, ലഡാക്ക് കണ്ടു, കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും കണ്ടു. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴെല്ലാം കാണിച്ചു കൊടുക്കും. മഞ്ഞ് കണ്ടോ? മഞ്ഞ് കണ്ടു. എന്റെ ജീവിതത്തില് ഫ്രിഡ്ജ് കൈയിട്ട് മഞ്ഞ് വരില്ലല്ലോ. കർണാടക, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, UP, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ. ഇതുവഴി എങ്ങനെയാ പോയത്? ഇവിടെ നിന്ന് നേരെ വയറ്റിൽ നിന്ന് നേരെ വിട്ടോണം HI ഹൈവേ. അത് നേരെ പോണ പാലക്കാട്, അങ്ങനെ ടച്ച് നേരെ അവസാനിക്കണം മംഗലാപുരം. ഓ, അങ്ങനെ അങ്ങ് നടന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യില്? 43 രൂപ കൊണ്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടല്ലേ? അത് എന്തായിരുന്നു റെക്കോർഡ്? ആ റെക്കോർഡ് എന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഉമ്പിലിംഗിലെ പട്ടിയെന്ന് വെച്ച് വിളിച്ചു വരുത്തിയത്. പട്ടിയല്ല, ഡെപ്പാടായിരുന്നത്. ഓടി ഞങ്ങളെല്ലാം കൂടി. കേരളം വിട്ട് കഴിഞ്ഞാൽ മാക്സിമം 6 മണിക്കപ്പുറം യാത്ര ചെയ്യാതിരിക്കുക. നമ്മുടെ ഇന്ത്യയിലേക്ക് ഏതോ വേറെ രാജ്യത്തുള്ളൊരു ആള് ട്രാവൽ വന്നിട്ട് റേപ്പ് നടന്ന സംഭവം ഉണ്ടായിരുന്നു, ശരിയല്ലേ? ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് യാത്ര ചെയ്തത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞൊരു പെൺകൊച്ചായിട്ട് നീ യാത്ര ചെയ്ത് അവിടം വരെ എത്തത്തില്ല എന്ന് പറഞ്ഞൊരു ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രൂപ ഇല്ലാണ്ട് ഒരു പെൺകൊച്ചിനെ പുറത്തിറക്കത്തില്ല. പക്ഷെ കൂടെ നിന്ന് പെൺകൊച്ചി ഒരിക്കലും ചിന്തിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞൊരു പെൺകൊച്ചിന്റെ ഏറ്റവും കൂടുതൽ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവിതം ആ ഭർത്താവിന്റെ കയ്യിലിരിക്കുന്നത്. അച്ചുവും ഭാര്യ ദേവുവാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. കുറേ ട്രിപ്പൊക്കെ പോയി ഭയങ്കര അടിച്ചു പൊളിച്ച് കഴിഞ്ഞ ദിവസമാണല്ലേ വന്നത്. ലാസ്റ്റ് ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ എന്നോട് ഡയലോഗ് പറഞ്ഞു, ഞാൻ ചിരിച്ച് മടുത്ത് ഇവിടെ ഇരുന്നിട്ട്, ചേച്ചി ടിക്കറ്റ് ഇല്ല, അവൾക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ടിക്കറ്റ് ഇല്ല, കള്ളവണ്ടി കയറി കേരളത്തിൽ വന്നല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തിനാ യാത്ര പോകുന്നതെന്ന് ഞാൻ ചോദിക്കത്തില്ല. ഈ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിത രീതിയാണ് ഇഷ്ടം. എനിക്കിഷ്ടം എനിക്കിതാണ് എന്നല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് പറ്റൂല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ട് കുറേ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൊതി വന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ ഒരു, അതിന് മുന്നത്തെ കഥ ഞാൻ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ ലാസ്റ്റ് എത്ര യാത്ര, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് എന്താ പറയാ, ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. എന്റെ യാത്ര എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ ചെറിയ വയസ്സ് തൊട്ട് ഞാൻ യാത്ര എന്ന് തുടങ്ങിയാണ്. പക്ഷെ എന്റെ കൂടെ ഒരു പെൺകൊച്ചായിട്ട് യാത്ര എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ തന്നെ സിറ്റുവേഷനിൽ കേരളം വിട്ട് കഴിഞ്ഞൊരു പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. പ്രത്യേകിച്ച് മലയാളീസും കൂടി ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം ഇതിന് ഒരു 2 വർഷം മുന്നേ നമ്മുടെ ഇന്ത്യയിലേക്ക് ഏതോ വേറെ രാജ്യത്തുള്ളൊരു ആള് ട്രാവൽ വന്നിട്ട് റേപ്പ് നടന്ന സംഭവം ഉണ്ടായിരുന്നു, ശരിയല്ലേ? ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് യാത്ര ചെയ്തത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കല്യാണം കഴിഞ്ഞൊരു പെൺകൊച്ചായിട്ട് നീ യാത്ര ചെയ്ത് അവിടം വരെ എത്തത്തില്ല എന്ന് പറഞ്ഞൊരു ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 രൂപ ഇല്ലാണ്ട് ഒരു പെൺകൊച്ചിനെ പുറത്തിറക്കത്തില്ല, ശരിയല്ലേ? ആ 10 രൂപ എന്നുള്ള ചിന്ത അത് അവന്റെ ചിന്തയാ. പക്ഷെ കൂടെ നിന്ന് പെൺകൊച്ചി ഒരിക്കലും ചിന്തിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ ഒരു പെൺകൊച്ചിന്റെ ഏറ്റവും കൂടുതൽ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജീവിതം ആ ഭർത്താവിന്റെ കയ്യിലിരിക്കണേ. അവനൊരു ലോക്കൽ ലൈഫിലാണ് അവൻ ജീവിച്ചു വരണമെങ്കിൽ അവളെയും കൊണ്ട് പുറത്തു പോകാൻ അവനൊരു ആഗ്രഹം ഉണ്ടോ, ഒരു 10 പൈസയെങ്കിലും കയ്യിൽ വേണമെന്ന്, ശരിയല്ലേ? എന്നാൽ അതല്ല ലൈഫ്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കാത്ത അവളുടെ ആഗ്രഹം കൂടി നോക്കണം. അവള് വിചാരിക്കണത് എനിക്കൊന്ന് പുറത്തിറങ്ങിയ സ്ഥലം കണ്ടാൽ മതി, സാധനങ്ങൾ അവൻ ആഗ്രഹിക്കുന്നില്ല, എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാനേ നോക്കത്തുള്ളൂ. അത് ആ ലൈഫിൽ ആ ടൈമിൽ നടക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? കുറെ നാൾ കഴിയുമ്പോൾ ഇവരൊരു കൊച്ചിനെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ അവളുടെ ലൈഫ് വരണത് ആ കുടുംബത്തിന്റെ ഉള്ളിൽ അടുക്കളയിലാണ്. രാവിലെ എഴുന്നേൽക്കുന്ന അടുക്കളയിൽ കയറുന്നു, വൈകുന്നേരം ഇറങ്ങുന്ന അടുക്കളയിൽ കയറുന്നു, ജോലി കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെ അവൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആ ടൈമിൽ അവന് ആ ഒരു ഹസ്ബൻഡിന് കുറച്ച് ടൈം കിട്ടിയാൽ മാത്രം അവർ സിനിമയ്ക്ക് പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങും, ശരിയല്ലേ? അത് ആ ടൈമിലേ പറ്റത്തുള്ളൂ. പിന്നെ ഇവര് സ്കൂൾ ടൈമും കൂടെ ആയി കഴിഞ്ഞാൽ തീർന്ന ലൈഫ്. പിന്നെ അവർ അച്ഛനും അമ്മയാണ് അവിടെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചി. എത്ര സ്ഥലങ്ങൾ പോയി? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, UP, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ. ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഇപ്പൊ മുന്നേ പോയ എക്സ്പീരിയൻസ് ഉണ്ടോ ഓൾറെഡി? അതുകൊണ്ട് കുഴപ്പമില്ല, ടെൻഷൻ ഇല്ല. ദേവുവിനെ കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞത് സേഫ്റ്റി ഒരു വലിയ കാര്യമാണ്. നമ്മളിപ്പോ ആണുങ്ങൾ പറയും നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കുണ്ടെങ്കിൽ നമുക്ക് വഴിയിലും കിടക്കാം. ദേവുവിന്റെ സേഫ്റ്റി എങ്ങനെയാ നോക്കിയത്? ഞാൻ നോക്കിയത് ഒറ്റ കാര്യം, എന്റെ ഫസ്റ്റ് യാത്രയിൽ ഒരുപാട് ഞാൻ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വന്ന നെഗറ്റീവ് പോസിറ്റീവുകൾ എവിടെ നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാം. കേരളം വിട്ട് കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് എല്ലാ യാത്രക്കാരും മനസ്സിലാക്കുക. കേരളം വിട്ട് കഴിഞ്ഞാൽ മാക്സിമം 6 മണിക്കപ്പുറം യാത്ര ചെയ്യാതിരിക്കുക. 6 മണി കഴിഞ്ഞ കേരളത്തിൽ നിന്ന് യാത്ര സ്റ്റോപ്പ് ചെയ്യും. അത് പിന്നെ അവസാനിക്കുന്ന ഏറ്റവും നല്ല കാര്യം വെച്ചാൽ ഒന്ന് പോലീസ് സ്റ്റേഷൻ. ഏതെങ്കിലും വനിതാ സ്റ്റേഷനിൽ കയറിയിട്ട് കാര്യം പറഞ്ഞവരും സമ്മതിക്കും, നമുക്ക് പോലീസ് സ്റ്റേഷന്റെ വാതിലേക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും.
ഒന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് പെട്രോൾ പമ്പുകളുണ്ട്. എല്ലാ പെട്രോൾ പമ്പും ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ പണി പോകും. ഈ 24 ഹവറുള്ള പെട്രോൾ പമ്പിൽ എപ്പോഴും ലോറിക്കാർ എണ്ണം കൂടുതലായിരിക്കും. അവരവിടെ നിന്ന് സ്റ്റേ ആക്കുള്ളൂ. ഒന്ന് അവിടെയാണ്. പിന്നെ ഡബ്ബ ഹോട്ടലുകളുണ്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലല്ല, ഈ ലോറിക്കാർക്ക് വേണ്ടി വന്ന ചെറിയ ചെറിയ ഹോട്ടലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് കട്ടിലുകൾ ഉണ്ടാവും. ഒരു കട്ടിലിന് 50 രൂപയുള്ളൂ. അവിടെ ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ദബ എന്ന് പറയുന്നത് കൂടുതലും പഞ്ചാബുകാരാണ്. പഞ്ചാബ് എന്ന് പറയുന്നത് പ്രത്യേക മനുഷ്യരാണ്. ഓക്കെ, അവരൊരു മനുഷ്യന്റെ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് സേഫ്റ്റി കൊടുക്കുന്ന ഒരാളാണ് പഞ്ചാബുകാർ. ഇവളെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ അവര് ഞങ്ങളുടെ കയ്യിൽ നോക്കിയ പൈസ അല്ല, ഞങ്ങൾ അവിടെ എത്തി എന്നുള്ളൊരു റെസ്പെക്റ്റ് എനിക്ക് തന്നത്. കാരണം വെച്ചാൽ ഒരു ആണും പെണ്ണും ചെറിയ വയസ്സ് പ്രായത്തിൽ അവര് രാജ്യം കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ, സ്റ്റേറ്റുകൾ കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ആഗ്രഹമാണ് അവര് ഞങ്ങൾക്ക് സഫലമാക്കി തന്നത്. ഞങ്ങളുടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവളുടെ സേഫ്റ്റി കൂടുതൽ അവരെ നോക്കുന്നത്. ഞങ്ങൾ ഓരോ യാത്ര ചെല്ലുമ്പോൾ കറക്റ്റ് 6 മണിയത്ത് ട്രാവൽ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ നടന്നാണോ പോയത്? കുറച്ച് നടന്ന് കുറച്ച് ഇവിടെ നിന്ന് ആദ്യം പോയത് എങ്ങോട്ട്? ഞങ്ങൾ ഇവിടെ നിന്ന് ആദ്യം തന്നെ നടക്കാനുള്ള പ്ലാൻ ഇട്ട് കർണാടക വരെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഓൾറെഡി വീഡിയോ ഇട്ടു. അപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു, എടാ എന്റെ ഒരു കൂട്ടുകാരൻ ചേട്ടാ ഹേമന്ത്, ഞങ്ങൾ ഇവിടെ നേരെ ഡൽഹിയിലേക്കുള്ള ഒരു പ്ലാൻ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ചോറ്റാനിക്കരയിൽ ഇറങ്ങി കർണാടക എത്തി. കർണാടക ഉടുപ്പി എത്തി. ഞങ്ങൾ 4-5 ദിവസമാണ് ഞങ്ങൾ കർണാടക ഉടുപ്പി എത്തണം നടക്കാൻ തുടങ്ങിയിട്ട്. ഇതുവഴി എങ്ങനെയാ പോയത്? ഇവിടെ നേരെ വൈറ്റിൽ നിന്ന് നേരെ വിട്ടോണം HI ഹൈവേ. അത് നേരെ പോണ പാലക്കാട്, അങ്ങനെ ടച്ച് നേരെ അവസാനിക്കണം മംഗലാപുരം. ഓ, അങ്ങനെ അങ്ങ് നടന്നു. അങ്ങനെ നടന്ന് മംഗലാപുരത്ത് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഹേമന്ത് എന്നൊരു ചേട്ടൻ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ആ ചേട്ടൻ ഒരു ഹോട്ടൽ ഉണ്ട് കേരളത്തിലല്ല UP-ല് മലബാർ കിച്ചൺ എന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലില് ഞങ്ങൾക്ക് ജോലി ആ ചേട്ടൻ വേക്കൻസി തന്നു. ആ ചേട്ടൻ പറഞ്ഞു, നീ അവിടെ 1 മാസം നിന്നിട്ട് അവിടെ നിന്ന് പൈസ സമ്പാദിച്ചിട്ട് വീട്ടിലിട്ട് അടുത്ത ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഫസ്റ്റ് ആ ചേട്ടന്റെ സ്പോൺസർ ടിക്കറ്റിലൂടെ നേരെ കർണാടകയ്ക്ക് പോയി. പുള്ളി 9,000 രൂപ UP-ലേക്ക് പോയി. ഉത്തർപ്രദേശിൽ പോയി. ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ജോലി ചെയ്തു 1 മാസം. കിലോമീറ്റർ മാത്രം മലയാളി ഹോട്ടലായിരുന്നു. അവിടെ പോയി 1 മാസം 1.5 മാസം ജോലി ചെയ്തു. എന്നെ ചെയ്ത് രണ്ടുപേരും അവിടെ ക്ലീനിങ്, അതുപോലെ തന്നെ പച്ചക്കറികൾ കഴിഞ്ഞു കൊടുക്കുക, പിന്നെ വരുന്നവരെ ഗസ്റ്റുകളൊക്കെ ഇതാക്കുക. അപ്പൊ ഇവിടുന്ന് UP-ക്ക് എങ്ങനെയാ അപ്പൊ പോയത്? അവര് സ്പോൺസർ ടിക്കറ്റ് ഇട്ടു, ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ അവിടെ പോയി ജോലി ചെയ്തു. ഓ, നിങ്ങൾ ഈ ട്രാവൽ വ്ലോഗ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നടന്നെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ വെയിലല്ലായിരുന്നു ആ സമയങ്ങളിൽ? ഞങ്ങൾക്ക് കർണാടക വരെ കുഴപ്പമില്ലായിരുന്നു. വെയിൽ എന്ന് പറയാത്ത ഞങ്ങൾ വെയിലത്ത് നടക്കില്ല. ഞങ്ങൾ ഏകദേശം ഒരു 3 മണി പിടിക്കും. കേരളത്തിനൊക്കെ എത്ര യാത്ര ചെയ്ത കുഴപ്പമില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ ഒരു ബാഗും തൂക്കി 2 പേര് നടന്ന പോലീസുകാരും ചോദിച്ച കാര്യം പറയാം. അവര് മാക്സിമം ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അവരവിടെ ഒന്നിലും അടുത്ത സ്റ്റേഷനിൽ ആക്കി തന്നെ അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടത്തും. ഇങ്ങനെ ചെയ്യണേ. ഞങ്ങളെ കറക്റ്റ് ലെവലിൽ നോക്കിയ യാത്ര ചെയ്തത് കേരളത്തില്. ഈ കാലിന് വേദനയില്ലായിരുന്നോ? അങ്ങനെ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഇത്ര ലോങ് ഒക്കെ നടക്കുന്നത്. അല്ലാതെ വീടിന്റെ അവിടുന്ന് ദൂരം അങ്ങനെ നടന്നിട്ടൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ ആ ഒരു സ്ഥലം കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങ് നടക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വന്നപ്പോ തൊട്ടേ ഇവന്റെ വർത്താനങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ നല്ല രസമാണ്, ഇവിടെ നല്ല രസമാണ്, പിന്നെ അങ്ങ് കാണാൻ ഭയങ്കര ആകാംക്ഷ. അപ്പൊ എനിക്ക് അവിടെ പോണോന്ന് തോന്നി. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ പോകാൻ തോന്നി. അതുകൊണ്ട് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നടക്കാനായിട്ട് വേദന അങ്ങനെ ഒരു. അപ്പൊ ഇതിനിടയ്ക്ക് ഭക്ഷണം, നമ്മള് റീഫ്രഷ് ആവുക, ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ആ ഹോട്ടലിൽ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗുരുദ്വാര എല്ലാരും മനസ്സിലാവുക. കേരളം വിട്ടു കഴിഞ്ഞാൽ പഞ്ചാബുകാരുടെ ക്ഷേത്രമാണ് ഗുരുദ്വാര. അവിടെ കയറി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഇപ്പൊ വിത്തോട് മണി, ഞാൻ ഏറ്റവും കൂടി ഇവിടുന്ന് വിത്തോട് മണി, ഞാൻ 4 ഓൾ ഇന്ത്യ അടിച്ച് വിത്തോട് മണി ട്രാവൽ. എന്റെ കയ്യിൽ ഒരു പൈസയും ചിലവായിട്ടില്ല. എനിക്ക് ആകെ ചിലവാക്കുന്ന വെച്ചാൽ ഏതെങ്കിലും മരുന്ന് സിറ്റുവേഷൻ വരും, പനിയൊക്കെ കൂടുതലാന്ന് വെച്ചാൽ 10-20 രൂപയൊക്കെ എന്റെ കയ്യിൽ മിസ്സാകുന്നുണ്ട്. ഞാൻ നേരെ ഗുരുദ്വാര ചെല്ലണേ. ഗുരുദ്വാര ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ അവർ തരും, കുളിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ദബ, ഞാൻ പറയും ദബയില്ലേ, ചെറിയ ഹോട്ടൽ, അവിടെ ചെന്നുമ്പോൾ ചെറിയൊരു ടാങ്ക് ഉണ്ടാവും കുളിക്കാൻ. ലോറിക്കാർക്കുള്ളതാണ്. അവർക്ക് അടിച്ചെന്ന് അവിടെയും കുളിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പെണ്ണുങ്ങളായിട്ട് ചെന്ന് കുളിക്കാൻ ഭയങ്കര സേഫ്റ്റി അല്ലത്. ഗുരുദ്വാരേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഗുരുദ്വാര എന്ന് പറയുന്നത് എല്ലാ ജംഗ്ഷനിലും കാണുന്ന ഒരു അമ്പലമല്ല അത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ 5-6 ഗുരുദ്വാര ഉണ്ടാവുള്ളൂ. അത് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. ഒരു സ്ഥലത്ത് ചിലപ്പോൾ 20-60 കിലോമീറ്റർ മാറിയായിരിക്കും ഗുരുദ്വാര. നമ്മൾ നടന്നെത്തുമ്പോൾ ചിലപ്പോൾ ഈ കഥ പൊട്ടിട്ടുണ്ടാവും, വിശന്നായിരിക്കണേ. ചിലത് നടന്ന് അവിടെ എത്തത്തില്ല. എന്നുവെച്ചാൽ വിശപ്പ് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യന് 4 ദിവസം മാക്സിമം പിടിക്കുക. അത് 9 ദിവസം പിടിക്കുക എന്ന് പറയുന്നത് അവന്റെ മൈൻഡ് പവർ കൊല്ലിരിക്കും. കൂടെ ഒരാളും കൂടി ഉണ്ടെന്നും കൂടി പറയാന്നൊന്നും പറയാൻ ചിന്തയുണ്ട്, കയ്യെ വിട്ടുപോകും. അത് പറഞ്ഞു എല്ലാം നമ്മുടെ മൈൻഡ് പവറിലാണ് നിൽക്കണേ. ജീവിതം മൈൻഡ് പവറാ. അല്ല, നിങ്ങളോടൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര
ചെറിയ പ്രായത്തിൽ നമ്മൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുമ്പോൾ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പറ്റണില്ല, അല്ല നമ്മളുടെ ഈ മൈൻഡിലാണ്, മൈൻഡ് സെറ്റിൽ ഇന്ന് പോകണ്ട. ഇപ്പം എല്ലാവരും പറയും ഇങ്ങനെ റീൽസ് ഒക്കെ കാണാറില്ലേ, കൂട്ടുകാരികളുമായി സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള ട്രിപ്പ് ആലോചിച്ചിട്ട് വയസ്സാകാലത്ത് പോലും പോകാൻ പറ്റാത്തവരെന്നൊക്കെ പറഞ്ഞ് പറയല്ലോ. എല്ലാം ഈ ഫിനാൻസ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഫിനാൻസേ നിങ്ങൾ ബേസ് ആക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യിൽ? ഞങ്ങളുടെ കറക്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 43 രൂപ കൊണ്ടുണ്ടായിരുന്നു. 43 രൂപ. അതെ, ഞാൻ ചോദിച്ചാൽ ആ 43 എടുക്കണ്ട, വണ്ടിക്കൂലി നമുക്ക് അവിടെ എത്തത്തില്ല, നമ്മൾ എവിടം വരെ 43 രൂപ ഓടാൻ. ഞാൻ പറഞ്ഞു കറക്റ്റ് പറഞ്ഞ 13-26, നമുക്ക് ഏകദേശം കടവന്ത്ര വരെ പോയി ഇറങ്ങാം ആ കൂലിക്ക്. നടക്കണമല്ലേ, നീ ഒരു കാര്യം, ഇവൾക്ക് അപ്പഴും മനസ്സിലുണ്ട് നടക്കണ്ട, അവിടെ എത്തൂല്ല എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളൊരാൾ കുഴി കിടക്കുവാണെങ്കിൽ കൈ കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അവൻ കയറിപ്പോയി. അതിന് ഞാൻ ഇവിടുത്തെ കാണിച്ചുള്ളൂ, എനിക്ക് കൈ കൊടുക്കാൻ പറ്റുമോ ഇവിടുത്തെ. അവൾക്ക് മനസ്സുണ്ടെങ്കിൽ കയറി വരും. എന്റെ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങിയ ഒരു പെങ്കുച്ച ഇന്ന് അവളെ ലൈഫിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉമ്മലിംഗ സ്റ്റേറ്റ് ആണ് അവൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും നിങ്ങളൊരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടല്ലേ? അത് എന്തായിരുന്നു റെക്കോർഡ്? ആ റെക്കോർഡ് എന്ന് വെച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഉമ്മലിംഗിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഏത് മനുഷ്യനും അവിടെ ചെന്നാലും കിട്ടും. പക്ഷെ അവിടെ എത്തണം. മോട്ടോർ സൈക്കിൾ വേൾഡ് മൗണ്ടൻ ആയിട്ട് മോട്ടോർ സൈക്കിൾ മാത്രമേ അങ്ങോട്ട് കയറത്തുള്ളൂ. ബൈക്ക് മാത്രം, കാർ ബസ് ഒന്നും പോകുന്നില്ല. പിന്നെ നടന്നു പോകാം, കാരണം അവിടെ ഓക്സിജൻ ഇല്ലാത്ത ഒരു ഏരിയ. അവിടെ എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾ നടന്നു പോയത്. അപ്പൊ ഓക്സിജൻ ഒക്കെ ഞങ്ങളെ സേവ് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ആർമിക്കാരൊക്കെ സഹായിച്ചായിരുന്നു ഓക്സിജന്റെ ഇതായിട്ടേ. ഒരു കുറച്ച് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ തന്നെ, അതൊക്കെ സേവ് ആക്കി വെച്ച് നടന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പച്ചവെള്ളം കുടിച്ച്. എത്ര ദിവസം എടുത്തു അവിടെ? ഞങ്ങള് പാങ്കിന്ന് 43 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു പഞ്ചായത്ത് ജംഗ്ഷൻ ആണ് അറിയപ്പെടുന്നത്. ആ ജംഗ്ഷൻ 380 കിലോമീറ്റർ ഉണ്ട് ഉമ്മിലിംഗിലേക്ക്. ആ ജംഗ്ഷനിൽ 380 കിലോമീറ്റർ ആണ് ഈ ഉമ്മിലിംഗ. അതില് പുക എന്ന് പറയുന്ന ജംഗ്ഷൻ വന്നു. പുക ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ആണ് പുകയിലൊക്കെ. പുക എന്ന് പറയുന്ന ഹോസ്പിരിറ്റ് വരുന്നുണ്ട്, ഭൂമിക്ക് അടിയിൽ നിന്ന് ചൂടുവെള്ളം വരുന്ന സ്ഥലം. എവിടെ നിന്നാണ് ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ലഡാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലഡാക്കിലേക്ക് പോകണം. എന്നുവെച്ചാൽ മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത 380 കിലോമീറ്റർ പാങ്കിലേക്ക് ഉണ്ട്. മണാലിന്ന് 380 കിലോമീറ്റർ ഉണ്ട്. മൊത്തമായിട്ട് ലഡാക്ക് മെയിൻ എന്ന് പറയുന്നത് മൊത്തം 390 കിലോമീറ്ററാണ്. പക്ഷെ 400 കിലോമീറ്റർ ഫിനിഷ് ആണ് അവിടെ. നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 400 കിലോമീറ്ററാണ്. അവിടെ 280 കിലോമീറ്റർ വരുമ്പോൾ ഏകദേശം പാങ്ക് എത്തിക്കഴിയും. 300 കിലോമീറ്റർ അത് താങ്കാവും. പാങ്കിൽ നിന്ന് പിന്നെ ഒരു 45 കിലോമീറ്റർ ഉണ്ട്. ഈ പഞ്ചായത്ത് ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 200-350 കിലോമീറ്റർ ആവണം ഈ ഒരു ഭൂമിയിലേക്ക് എത്താൻ, ആ ഒരു മലയിലേക്ക് എത്താൻ. അതുവരെ എന്ന് പറയുന്നത് പുകയെന്ന് നേരം ഹൽന അവിടെ ഹോസ്പിരിറ്റ് വരും, ചൂടുവെള്ളം. അവിടെ നിന്ന് പിന്നെ ഹൽനന്ന് പിന്നെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് മറ്റേ ചെക്ക് പോസ്റ്റ് ഉണ്ട് ആർമിക്കാരുടെ. പിന്നെ അവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, കടകളൊന്നുമില്ല. നമ്മൾ ഓരോ കടകളിലൊക്കെ എത്തും, കടകളുണ്ടാവും പക്ഷെ നമ്മൾ എത്തുമ്പോ അടച്ചിട്ടുണ്ടാവും. രാത്രിയാവും നമ്മളവിടെ എത്തുമ്പോ. എന്നുവെച്ചാൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ലെപ്പാഡിനൊക്കെ കാണാൻ പറ്റി. ഒരുപാട് പ്രശ്നമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഫോൺ ഏറ്റവും കൂടി പൊട്ടിയത്. എൻ്റെ ഒരു ഫോൺ ഞാൻ എറിഞ്ഞതാ, പട്ടിയെന്ന് വെച്ച് വിളിച്ചു വരുത്തിയതാ. പട്ടിയല്ല, ലെപ്പാഡായിരുന്നത്. ഓടി ഞങ്ങളെല്ലാം കൂടി. അപ്പൊ ഞാൻ കല്ലിന് വെച്ച് എറിഞ്ഞ ഫോണായിപ്പോയി. പെട്ടെന്ന് ഒരു ഹൈപ്പർ ആയ ടൈമിൽ പെട്ടെന്ന് എറിഞ്ഞപ്പോ ഫോണായിപ്പോയി. അങ്ങനെ ഒരു ഫോൺ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. എന്നുവെച്ചാ ഒരുപാട് നടന്ന് വിശപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുദ്വാര ഇല്ല, തരശി ഭൂമിയാ. എന്നുവെച്ചാൽ നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന തരിശു ഭൂമി എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്ന സ്ഥലമാണ്. തരിശു ഭൂമി. അവിടെ 4 ക്ലൈമറ്റ് ആയിട്ട് തെളിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ലഡാക്ക്. ഭൂമിയിലെ സ്വർഗ്ഗലോകം എന്ന് പറയുന്ന ഒരു സ്ഥലം അത്. എന്നുവെച്ചാൽ ചില മനുഷ്യരല്ല, ചില യാത്ര ചെയ്യുന്നവർ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ടൈമിങ്ങിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ലഡാക്ക്. നിങ്ങളുടെ ലൈഫിൽ എന്തോരം കോടി കണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾ മരിക്കുന്ന 90 വയസ്സ് വരെ നിങ്ങൾക്ക് ലൈഫിൽ 100 അല്ല 300 കോടി ഉണ്ടാക്കാൻ പറ്റും. ആ ടൈമിൽ നിങ്ങളടുത്ത് ഒരു ദിവസം നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കിയിരിക്കാനല്ലാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടുവരും നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി. അന്ന് സന്ദർഭം സാധിച്ചെന്ന് വരില്ല. ചിലപ്പോ മക്കളല്ലേ, ഹെലികോപ്റ്ററല്ല, പല സാധനങ്ങളും മുന്നിലെത്തും, സമയം ഉണ്ടായെന്ന് വരില്ല. മനസ്സിലായോ? അതാണ് യാത്ര. എല്ലാവരും നമ്മളോട് ചോദിക്കും, നീ യാത്ര ചെയ്ത് എന്ത് കിട്ടിയെന്ന്. യാത്ര ചെയ്ത് ലൈഫിലൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാൽ പല മനുഷ്യരുടെ ജീവിതം നമുക്ക് യാത്രയെ പഠിക്കാൻ പറ്റും. നമുക്ക് ആ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരും. അന്ന് നമ്മൾ പതർച്ച് നിൽക്കില്ല. ഈ ലഡാക്കിലേക്കൊക്കെ പോയി എത്ര ദിവസം കൊണ്ട് അവിടെ എത്തിയത്? ഞങ്ങള് മണാലിന്ന് 1 സൈഡ് 1 മന്ത് ലഡാക്കിലേക്ക്. 400 കിലോമീറ്റർ, ഒരു മാസം അങ്ങോട്ട്. 450 കിലോമീറ്റർ, ഒരു മാസം. പാകിസ്ഥാന്റെ ബോർഡർ വരെ ഒരു മാസം.
ഈ പറഞ്ഞ നിങ്ങൾ റെക്കോർഡ് ഇട്ട സ്ഥലത്തേക്ക് അങ്ങോട്ട് 1 മാസം എടുത്തില്ല. ഞങ്ങള് പോണ വഴിയാ അത്, ലഡാക്കിലേക്ക് പോണ വഴി വെച്ചാൽ ലഡാക്ക് പോയി കണ്ടിട്ട് തിരിച്ചു വരുവേത്, എന്നിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ ആദ്യം ലഡാക്ക് പോയി കണ്ട് 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ജോലി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഉമലിംഗലം കയറിയിട്ട് നേരെ മണാലി പിടിച്ചു. അവിടെ എന്ത് ജോലിയാ ചെയ്തത്? ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി അവിടെ ഗ്രൗണ്ട് പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ശരത്ത് എന്ന് പറയും. അവൻ വർക്കലക്കാരനാണ്. ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന്. എന്നെ അങ്ങോട്ട് ഒരു 8 വയസ്സ് മൂത്തത്, 4 വയസ്സ് മൂത്തത്. എനിക്ക് 24, അവന് 28 ഉണ്ട്. അദ്ദേഹത്തായിട്ട് അവന് നല്ലൊരു ഹിന്ദി അറിയാം. കാരണം ദൈവം ഞങ്ങൾക്ക് കൊണ്ട് ഇട്ട് തന്ന പുള്ളിയെ. പുള്ളിക്ക് സ്ഥലം അറിയില്ല, ഹിന്ദി അറിയാം. ഞങ്ങൾക്ക് സ്ഥലം അറിയാം, ഹിന്ദി അറിയില്ല. ഒരു കൂട്ട് ഞാൻ അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു വ്യക്തി. മഹാദേവൻ അത്രയും വിശ്വസിക്കുന്ന വ്യക്തി. എന്റെ അമ്മയും അച്ഛനെയൊക്കെ എല്ലാവരും കൊണ്ട് മുന്നേ ഒരാളാണ് മഹാദേവൻ. അത്രയ്ക്കും വിശ്വസിക്കുന്ന വ്യക്തി. ആ പുള്ളിക്ക് ദൈവമായിട്ട് ഒരു പുള്ളിയായിട്ട് കൊണ്ടിട്ട് തന്ന. ഭാഷയ്ക്ക് നല്ല പ്രശ്നം വന്നപ്പോ ആ പുള്ളിയായിട്ട് നിന്നുകൊണ്ട് അവനവിടെ ചെന്നപ്പോ ഞങ്ങൾ ചെന്നപ്പോ ഒരു ഭിത്തി പണിതുക എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് പണിതുകൊണ്ടിരിക്കുക. അവൻ അവിടെ ചെന്ന് സംസാരിച്ചു. ഞങ്ങൾ നടന്ന് യാത്ര ചെയ്യുവാണ്, നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാ, ഓക്കെ, ഞങ്ങൾ പോകുന്ന അന്നത്തിന് പോകുന്ന വഴിയുള്ള ഫുഡിന് റെഡി. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർ ഓൾറെഡി കോൺട്രാക്ട് എടുത്തു ഉറക്കുക. അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തരാനുണ്ട്, അവർക്ക് വേറെ ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പെണ്ണും കൂടി കൂടെ ഉള്ളതുകൊണ്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള മനസ്സുണ്ട്. അത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടല്ല, ഞങ്ങളുടെ ഭാഷയല്ല, ഞങ്ങൾ ഏതാണെന്ന് അറിയില്ല. എന്നിട്ട് ആ നാട്ടിൽ ഒന്ന് ജോലി ചെയ്തിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവർക്ക് ജോലി തരാൻ അവർ റെഡിയാണ്. ഞങ്ങൾ 3 ദിവസം 4 ദിവസം ജോലി ചെയ്ത് 700-750 രൂപ സമ്പാദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് പൈസക്ക് ഫുഡ് മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി. പാങ്കോങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ലൈക്ക് അത് എന്ന് വെച്ചാൽ മലനിരകളുടെ ഇടയിൽ കുറച്ച് ലൈക്ക് കെട്ടിക്കിടക്കുക. അവിടെയൊക്കെ തിരിച്ച് കറങ്ങി വന്നപ്പോഴാണ് അതുവഴി ഞങ്ങൾക്ക് ഉമ്മിലിംഗിലെ പോവാം. പക്ഷെ പിടിച്ചുപറി കൂടുതൽ അവിടെ, പിടിച്ചുപറി ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പോയി. അത് ഞങ്ങൾ ഓൾറെഡി അവിടെ ഉള്ള ലോക്കൽസ് ഞങ്ങളോട് പറഞ്ഞു തന്നു. എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ എന്തായാലും പറയുമോ എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 3 പേര് ചെറിയ പിള്ളേരെ ഞങ്ങള്. അപ്പൊ പോയിട്ട് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തിരക്ക് വരാൻ കേരളത്തിന് ആൾക്കാരില്ലാന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവർ ഞങ്ങൾക്ക് പറഞ്ഞു തിരിച്ചു പോയിട്ട് ലഡാക്ക്, മണാലി ലഡാക്ക് റൂട്ട് ഉണ്ട്, ആ റൂട്ട് കയറാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വന്നിട്ടാണ് കയറിയത്. അവിടോട്ട് നടന്നപ്പം അവിടെ രാത്രിയിൽ എങ്ങനെയാ ടെന്റ് ചെയ്തു? ടെന്റ് ആണ്, റോഡ് സൈഡിൽ ടെന്റ്. റോഡ് സൈഡിൽ തന്നെ ടെന്റ് അടിച്ചു. എവിടെയെങ്കിലും നല്ലൊരു സേഫ് ആയിട്ട് സ്ഥലം നോക്കിയിട്ട് കൂടുതൽ വണ്ടി ആക്സിഡന്റ് വന്നിട്ട് മറിഞ്ഞിറങ്ങുന്ന വണ്ടികളുണ്ട് അവിടെ. അതിന്റെ ഉള്ളിൽ കയറി കിടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പല ആൾക്കും ഇപ്പൊ പല രീതിയിലും പറയാം. എന്നാൽ സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയി കിടന്നൊരു വണ്ടി അത്. ആരും കയറി ഉപദ്രവിക്കില്ല, ആരും കയറി ഉള്ളിൽ കയറി നോക്കത്തില്ല. ഓക്കെ, ആ വണ്ടി അങ്ങനെ കിടക്കും. ഇനി അഥവാ ഒരു കല്ലുരുണ്ട് വന്നാൽ ഈ വണ്ടിയിൽ തട്ടി നിൽക്കും, ഉള്ളി കിടക്കാം. പക്ഷെ ആ നേരം നമ്മൾ റോഡ് സൈഡിൽ ഉള്ളി ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ മേളിൽ നിന്നൊക്കെ കല്ല് വന്നാൽ തീർന്നു. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് സേഫ്റ്റി എന്ന് വെച്ചാൽ ഇതിന് മുന്നേയുള്ള ഓരോ യാത്രകൾ ഞാൻ വന്ന് കിടന്ന സ്ഥലങ്ങൾ, അത് ഓരോ അനുഭവം വെച്ചാൽ ഇപ്പൊ ഞാൻ ആ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ യാത്രയിൽ എനിക്ക് ഇവിടെ സേഫ്റ്റി ആക്കാൻ പറ്റിയത്. ലഡാക്ക് ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അച്ഛനമ്മയങ്ങൾ അവിടെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എത്ര പേര് വന്നെന്ന് അറിയുള്ളൂ, എന്റെ മക്കളാന്ന് പറഞ്ഞു. അവരോട് അന്ന് എന്നോട് പറഞ്ഞത് എന്റെ മക്കളായിട്ട് വരണോന്ന് പറഞ്ഞു. അവരന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്ന് മക്കളില്ല, എന്നാലും ഇവളായിട്ട് ചെല്ലാൻ ലൈഫിൽ. അതെന്നെ ഏറ്റവും വലിയ ഭാഗ്യം അവർക്ക് എനിക്ക് കിട്ടിയതിൽ. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിന് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ദൈവം? എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇതുപോലെ ലോകം കറങ്ങണമെന്നും ഇന്ത്യ ഫുള്ള് കവർ ചെയ്യണമെന്നൊക്കെ നല്ലതായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. കൊച്ചിലോട്ട് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. മഞ്ഞ് കാണണം, പോയി കളിക്കണം, അങ്ങനെ ഒരു ഇതായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ഓഫർ കിട്ടി. അങ്ങനെ ഇറങ്ങി. പിന്നെ നടന്നു പോകാൻ ഞാൻ പ്രതീക്ഷയില്ല. ഞാൻ എങ്ങനെയും പൈസ ഉണ്ടാക്കി വണ്ടിക്ക് പോകണമെന്ന് തന്നെ ഇരുന്നത്. പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ജന്മമൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ലോങ് ആയി പോകും. അപ്പൊ എന്റെ ആ ഒരു ആഗ്രഹം അവിടെ കൊണ്ട് അവസാനിച്ചു പോലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നടന്നു പോകാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തത്. പിന്നെ നടന്നു പോയി, ലഡാക്ക് കണ്ടു, കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും കണ്ടു. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കാണിച്ചു കൊടുത്തു. മഞ്ഞ് കണ്ടോ? മഞ്ഞ് കണ്ട്. ജീവിതത്തില് ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് മഞ്ഞ് വരില്ലല്ലോ. മഞ്ഞ് കണ്ട് നല്ല രസമായിരുന്നു. മഞ്ഞ് കുറെ നേരം മഞ്ഞ് കിടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു ആഗ്രഹം സാധിച്ചപ്പോ തന്നെ എനിക്ക് എന്തോ പകുതിയോളം സന്തോഷമായി. മഞ്ഞ് ഇങ്ങനെ കയ്യിലിട്ട് വാരിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് ഇങ്ങനെ നേരെ താഴത്തേക്ക് ഒരു വീഴ്ച. ഒന്ന് ആലോചിച്ച് കണ്ണൊക്കെ മേളിലേക്ക് ഓക്സിജൻ വിട്ടു. മഞ്ഞ് ഓക്സിജൻ ചിലർക്ക് സീൻ. എനിക്ക് ശ്വാസം മുട്ടലുള്ളതാ. അപ്പൊ മഞ്ഞിന്റെ തണുപ്പത്തില്ലേ എനിക്ക് ശ്വാസം കിട്ടാതെ വന്നു. പെട്ടെന്ന് എനിക്ക് അങ്ങനെ തണുപ്പൊക്കെ കൈ കൂടെ കേറിയിട്ട് ബ്ലഡ് ഒക്കെ വന്ന് ടൈം വരെ ഉള്ള ബോഡി. ആ ടൈമിൽ എന്റെ വല്ല ജാക്കറ്റ് ഒന്നുമില്ല. ഞാൻ ഉള്ള ഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് ബാക്കിയുള്ള ഷർട്ട് മൊത്തം ഇവൾക്ക് കൊടുത്തു. എന്നുവെച്ചാൽ വേറെ ജാക്കറ്റ് വാങ്ങാൻ പൈസ ഒന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ന്യൂസ് പേപ്പറൊക്കെ കൂട്ടി ഇവിടെ എന്ത് ചെയ്താലും ഉള്ളിലേക്ക് തണുപ്പ് കയറാൻ പാടാത്ത രീതിയിൽ ഞങ്ങൾ ആക്കി എടുത്തു, സെറ്റാക്കി. ഒരു എക്സ്പീരിയൻസ് അതൊക്കെ. അപ്പൊ ഞാൻ അത്രയ്ക്ക് ഇതാക്കി വെച്ചിട്ട് ഇവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാരണവശാൽ കയ്യിൽ നമ്മുടെ ഉള്ളം കൈ തണുത്ത് കഴിഞ്ഞാൽ ബോഡി ഫുള്ളും കയ്യിൽ നിന്ന് വിട്ടു. ഉള്ളം കൈ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ബോഡി കൈ പിടിച്ചാൽ കിട്ടത്തില്ല.
ഓക്കെ അത് ഇവൾക്ക് 100 തവണ പറഞ്ഞു കൊടുത്തിട്ട് ഇവള് ചെയ്തില്ല. ഇവള് ആ മഞ്ഞുണ്ട് ഇപ്പൊ കൈ നിന്നൊക്കെ ഊരിയൊക്കെ മാറ്റി കൈയൊക്കെ കളിച്ച് ഞാൻ കുറച്ച് നോക്കിയപ്പോ കൈ ഇതിങ്ങനെ കാണിക്കണം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോ ഇവിടെ കണ്ണില്ലേ കൃഷ്ണമണിക്ക് വെള്ളം കയറിപ്പോയി കണ്ടു. അത് ഇവിടെ മാത്രം വെളുത്തിരി സൂമ്പിയോട് നോക്കണോ നേരെ ഒരു വീഴ്ച. പേടിച്ചില്ലേ അത്? നമുക്ക് ആദ്യം ഒരു പേടി ഉണ്ടാവും. അത് ശ്വാസം മുട്ടിലുള്ള പെങ്കൊച്ചാന്ന് വെച്ചാൽ എന്റെ കൂടെ നിൽക്കുന്ന ആണല്ല പെണ്ണാണ്. അപ്പൊ എനിക്കറിയാം അവളെ ബോഡി എത്ര രീതിയിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നല്ലപോലെ. ഞാൻ അവിടെ ഷട്ടില്ലാണ്ട് എത്ര നാൾ നടന്നത്. പക്ഷെ എനിക്ക് ബോഡി അത് ഓൾറെഡി ആയത്. എന്റെ ശരീരത്തിൽ എത്ര മഞ്ഞ് വന്ന് കയറിയാലും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ഓവറായി കഴിഞ്ഞാൽ എല്ലാവരും പിടികിട്ടണോ എനിക്ക് പിടികിട്ടു. പക്ഷെ അതുവരെ എനിക്ക് സെറ്റായിരുന്നു. പക്ഷെ ഇവളുടെ കാര്യത്തിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ആദ്യം കിട്ടിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ആർമിക്കാരുടെയൊക്കെ സഹായം വേണ്ടി വന്നു. രണ്ടാമത് വന്നപ്പോ ഞാൻ തന്നെ സെറ്റാക്കി എടുത്തത്. ഓക്സിജൻ ഒക്കെ തന്നതിന് കുഴപ്പമില്ല, സെറ്റാക്കി എടുത്ത്. 2 പ്രാവശ്യം വന്നോ? 2 അല്ല 4 പ്രാവശ്യം കട്ടായി പോയി. ഒന്ന് 5 ഒന്ന് ലഡാക്ക് കയറുന്ന സ്റ്റാർട്ട് സർച്ചും ഒക്കെ കഴിഞ്ഞ് തങ്ക്ല എന്ന് പറഞ്ഞ ഇതുണ്ട് ഫസ്റ്റ് ടോപ്പ് സ്റ്റേഷൻ 7000 അവിടെ ഫസ്റ്റ് കട്ടാവിട്ട് അവിടെ 3 പ്രാവശ്യം കട്ടായി അവിടെ തന്നെ. അവളെ ആദ്യം കട്ടായി ഒന്ന് സെറ്റാക്കി ഞാൻ ചൂട് ചായ ഒക്കെ കൊടുത്ത് ഇരുത്തി സെറ്റാക്കി ഒന്ന് വന്ന് ഇവള് ഞാൻ ചോദിച്ചാൽ ഇവളൊന്ന് ബോഡി സെറ്റ് ആവുന്നത് പിന്നെ ഇവളൊരു ഞാൻ നോക്കിയപ്പോ വലിയൊരു ഐസ് എടുത്ത് ഇവള് ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കണ്ടതല്ല അത്ര ആഗ്രഹിച്ച് പെട്ടെന്ന് പോയി കാണുമ്പോ നമുക്ക് അതൊരു ഇതല്ലേ എത്ര വയ്യ. അവിടെ നിന്നാണ് ഫസ്റ്റ് അവിടെ അത് രണ്ടാമത്തത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒന്നുകൂടി സെറ്റാക്കി ആർമിക്കാരൊക്കെ ഒന്ന് നിർത്തി ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്ത് ചൂടാക്കി എടുത്ത് മൂന്നാമത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇവിടെ നടന്ന് കറക്റ്റ് 40 കിലോ എത്തിയപ്പോ ഇവിടെ നടക്കാൻ വെച്ചാൽ ബോഡി ഹീറ്റ് ആവും. ബാഗിന്റെ വെയിറ്റും ചൂടൊക്കെ ഹീറ്റ് ആവും. ശരി ഹീറ്റ് ആവും. ഹീറ്റിന്റെ ഇതിൽ ഇവള് ഡ്രസ്സൊക്കെ ഊരി ഇവിടെ ശരീരങ്ങളെല്ലാം ഡ്രസ്സൊക്കെ ഊരി കഴിഞ്ഞപ്പോ പണി പോലെ വീണ്ടും തണുപ്പ്. ഈ മഞ്ഞ് പോകുന്ന വഴിക്ക് വീഴുന്നുണ്ടായിരുന്നു. ലൈക്ക് നല്ല രസമായിരുന്നു. മഞ്ഞൊക്കെ ഇങ്ങനെ ഞങ്ങള് ഇപ്പൊ നടന്നു പോകുമ്പോ ഇങ്ങനെ മഞ്ഞൊക്കെ വീണിട്ട് ഈ തൊപ്പിയിലൊക്കെ ഇങ്ങനെ വന്ന് വീഴും. ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ എന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കയ്യിലൊക്കെ വന്ന് വീഴും. ശരിക്കും ഫോട്ടോ എടുക്കാനൊന്നും തോന്നത്തില്ലല്ലോ. നമ്മളിത് കണ്ണുകൊണ്ട് ആസ്വദിക്കാനാണ്. സത്യം കണ്ണുകൊണ്ട് പിന്നെ ചിലര് വിശ്വസിക്കത്തില്ല. എന്റെ ചേച്ചി ഒന്നും ചില സമയത്ത് വിശ്വസിച്ചില്ല മഞ്ഞ് നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൾക്ക് കാണിച്ചിട്ടൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോ എന്റെ കയ്യിലൊക്കെ ഇങ്ങനെ കറുത്ത തുണിയിലായിരുന്നു വെള്ള കളർ പൊട്ടൊക്കെ പോലെ വീണ ഡ്രസ്സൊക്കെ. എന്നുവെച്ചാ നമ്മള് ഈ മറ്റേ ഇതില്ലേ ഗൂഗിളിലെ ഫോണിനെടുത്ത് നമ്മള് മഞ്ഞിന്റെ ചെക്ക് ചെയ്യാത്ത അതിലൊരു സിമ്പിൾ കാണിക്കൂലേ കൃത്യം അതേപോലെ മഞ്ഞ് വീണോണ്ടിരുന്നത്. റൗണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ പൂ പോലെ വീഴത്തില്ലേ അതുപോലെ തന്നെയായിരുന്നു വീഴുന്നത്. ചിലയിടത്ത് എത്തുമ്പോ ഭയങ്കര കട്ടിക്ക് ഉരുണ്ട് സ്നോ അങ്ങനെ ആയിരുന്നു വീണത്. ചിലയിടത്ത് അങ്ങനെ ഈ ഇളം പോലെ ഇങ്ങനെ താരോട്ട് വന്ന് താരം വീണ് നല്ല ഭംഗിയായിരുന്നു. പല പല രീതി മഞ്ഞ് വീണ് കാണാൻ പറ്റി. ഭയങ്കര സ്പീഡില് മഴ കൂടെ മഞ്ഞ് വീണു അങ്ങനെയൊക്കെ ആസ്വദിക്കാൻ.